ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഗുരുധാരണയും നാനാന്യകം പശ്യം. സൂര്യാദി പ്രതിബിംബവത് ആത്മപ്രവേശിച്ച പ്രതിബിംബവത് വ്യാകൃതേകാരി ഉപലഭ്യത്വം പ്രാഗുദ്ധേരനുപലബ്ധാത്മാ പശ്ചാത്കാര്യ സൃഷ്ടേ വ്യാകൃതേ ബുദ്ധേരന്തരുപലഭ്യമാന സൂര്യാദി പ്രതിബിംബവത് ജലാദൗ കാര്യസൃഷ്ടോ പ്രവിഷ്ടൈവ ലക്ഷ്യമാണോ നിർദ്ദിശ്യത്തെ. സൈഹ പ്രവിഷ്ടഃ തത്സൃഷ്ടോ തദേവാനുപ്രാവശ്യ സ ഏകമേവ സീമാനം വിദാച്യ ഏതയാദ്വാരാ പ്രാപദ്യത സ്വയം ദേവതാക്ഷത ഹന്താമിമാ തിസ്രോ ദേവത അനേന ജീവേന പ്രവിശ്യ ഇത്യമാതിഭിः നതു സർവഗതസ്യ നിരവയവസ്യ ദിഗ്ദേശകാലാന്തരാപക്രമണ പ്രാപ്തിലക്ഷണപ്രവേശ കഥാചിതപ്യോപദ്ധ്യത്തെ പരാതാത്മനോന്യോസ്തി നാന്യോസ്തി ദൃഷ്ട നാന്യോസ്തി ശ്രോതൃ ഇത്യാദി ശ്രുതിരിത്യവോചാമ. ഉപലബ്ധ്യാർത്ഥത്വസൃഷ്ടി പ്രവേശസ്ഥിത്യപ്യവ്യാഖ്യാനം ഉപലബ്ധി പുരുഷാർത്ഥത്വം. ഇവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അനുപ്രവേശം എന്താണ്, അതെങ്ങനെ സംഭവിക്കുന്നു, സൃഷ്ടിയിൽ സൃഷ്ടാവ് പ്രവേശിച്ചു അത് പറഞ്ഞു. സൂര്യന്റെ ജലത്തിലുള്ള പ്രതിബിംബം പോലെ അത് വിശദീകരിച്ചു. അത് ഇതെന്തിനു വേണ്ടി സൃഷ്ടാവ് ഇതിൽ പ്രവേശിച്ചിരിക്കുന്നു അത് പറഞ്ഞു. ഉപലബ്ധ്യർത്ഥത്വ, തന്റെ തന്നെ ഉപലബ്ധിക്ക് വേണ്ടി, തന്റെ തന്നെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിശദീകരിച്ചത്. എന്താ അതുകൊണ്ട് പ്രയോജനം? പുരുഷാർത്ഥത്വ ശ്രവണ, പുരുഷാർത്ഥം. അതാണ് പുരുഷാർത്ഥം. അതിൽ ഒന്ന് പറയുന്നു പ്രാഗുത്പത്തിരനുപലബ്ധാത്മ. പ്രധാനപ്പെട്ട അദ്വൈതത്തിലെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. ഉത്പത്തിക്ക് മുമ്പ് അനുപലബ്ധമായിരുന്നു.
ഉത്പത്തിക്ക് ശേഷം ഇത് ഉപലബ്ധമാണ്. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ഇതെങ്ങനെ ഉത്പത്തിക്ക് മുമ്പ് അനുപലബ്ധമായിരുന്നു ആത്മാവ്, സുഷുപ്തി പോലെ അവിടെ അനുപലബ്ധമായിരുന്നു. സുഷുപ്തി പോലെയുള്ള സ്ഥിതി അല്ലെങ്കിൽ ആ സുഷുപ്തമായ സ്ഥിതി രണ്ട് തരത്തിലും പറയാം. അത് അവിടെ ഉപലബ്ധിയൊന്നുമില്ല. ഇത് വിശദീകരിക്കുന്നുണ്ട് വാർത്തകത്തിൽ. നിർധൂത അശേഷ നാനാത്വ തദ്ഹേതു അവിഭാഗവാൻ അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. നിർധൂത അശേഷ നാനാത്വം. നാനാത്വം അനുഭവപ്പെടുന്ന ഇവിടെ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ. ഈ നാനാത്വത്തെ എന്നുവെച്ചാൽ നാനാത്വ പ്രതീതി, നാനാത്വബോധം, അതിന്റെ സ്ഥാനത്ത് ഏകത്വബോധം വരുത്താനാണ് ശ്രമിക്കുന്നത് ജീവൻ. പക്ഷെ ഇത് യാതൊരു ശ്രമവും കൂടാതെ ഇവിടെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നു. ഗുരു, ശാസ്ത്രം, ഇതെല്ലാം വേണം. പക്ഷേ ഇതൊന്നും കൂടാതെ നിർധൂതമായി അത് സ്വയം ഇല്ലാതായി. എന്താണ് ഇല്ലാതായത്? അശേഷ നാനാത്വം. ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാനാത്വമൊന്നും യാതൊരു ശ്രമവും കൂടാതെ ഇവിടെ ഇല്ലാതായി. ആര് ശ്രമിച്ചിട്ട് അവിടെ ഇല്ലാതായത്? അവരുടെ ഭാഗത്തുനിന്നും ഒരു ശ്രമം ഉണ്ടായില്ല. എന്തുകൊണ്ട് ഈ നാനാത്വം അനുഭവപ്പെടുന്നു? എന്തോ ഒരു കാരണമുണ്ട്. നാനാത്വം ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നാനാത്വം എന്നല്ല, ഏത് അനുഭവത്തിനും ഒരു കാരണം കാണും, പല കാരണങ്ങൾ കാണും. മുമ്പിലിരിക്കുന്ന ഈ വസ്തു എനിക്ക് അനുഭവപ്പെടുന്നു, പുസ്തകം. എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ടെന്നു. ആ വസ്തു തന്നെ കാരണമാണ്, എൻ്റെ മനസ്സ് കാരണമാണ്, എൻ്റെ ഇന്ദ്രിയങ്ങൾ കാരണമാണ്, ഇന്ദ്രിയവും വസ്തുവായിട്ടുള്ള സംബന്ധം കാരണമാണ്. ഓരോ വസ്തുവിനെ സംബന്ധിച്ചും അനേക കാരണങ്ങൾ കൂടി ചേർന്നാണത് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാനാത്വം അനുഭവപ്പെടുന്നതിനുള്ള ഒരു കാരണം, അതില്ലാതെ ഇത് അനുഭവപ്പെടത്തില്ല. ഈ പുസ്തകം അനുഭവപ്പെടുന്നതിനുള്ള കാരണം ഇപ്പോൾ ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം, അല്ലേ? കണ്ണ് മറ്റെപ്പോഴെങ്കിലും ഉണ്ടായപ്പോൾ ഇപ്പോൾ വേണം. ഏത് കാലത്തിലാണോ അനുഭവമുള്ളത്, ഏതവസ്ഥയിലാണോ അനുഭവമുള്ളത്, അവിടെ കാരണങ്ങളെല്ലാം വേണം, അല്ലെങ്കിൽ അത് അനുഭവപ്പെടുത്തുന്നു. അതൊരു നിയമമാണ്. കാരണവും കാര്യവും അനുഭവത്തെ സംബന്ധിച്ച് അത് സമകാലമായിരിക്കണം, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകത്തില്ല. ഇവിടെ അനുഭവമാണ് ഈ നാനാത്വം. അപ്പോൾ ഇതിന്റെ ഈ നാനാത്വ അനുഭവത്തിന്റെ കാരണം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഇത് അനുഭവപ്പെടുന്നു. പക്ഷെ അത് നിരസ്തമായാലോ, ഈ നാനാത്വ അനുഭവത്തിന്റെ കാരണമില്ലാതായാൽ ഇനി നാനാത്വ അനുഭവമില്ല. നാനാത്വ അനുഭവം എവിടെയാണ് ഇല്ലാത്തത്? സുഷുപ്തിയിൽ. അപ്പോൾ നമുക്ക് ഊഹിക്കാം എന്താണ് അവിടെ ഈ നാനാത്വ അനുഭവത്തിന്റെ കാരണവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ നാനാത്വം അവിടെ അനുഭവപ്പെട്ടു. എന്താണോ ഈ നാനാത്വ അനുഭവത്തിന് കാരണമായിരിക്കുന്നത്, അതിന് എന്ത് പേരിട്ടും വിളിക്കാം. മായയെന്നോ അവിദ്യയെന്നോ അജ്ഞാനമെന്നോ എന്ത് പേരിട്ടും വിളിക്കും.
എന്തുകൊണ്ട് ഇത് അനുഭവമാകുന്നില്ല? ആ അനുഭവത്തിന് കാരണം എന്തോ അതില്ലാത്തതുകൊണ്ട് തന്നെ. അതാണ് നിർധൂത അശേഷ നാനാത്വ തദ്ഹേതു. അശേഷ ഈ നാനാത്വവും ഇതിന്റെ ഹേതുവും നിർധൂതമായിരിക്കുന്ന, ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥ. അത് നമുക്ക് ഈ സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ ഒന്നോ അല്ലെങ്കിൽ സുഷുപ്തന്റെ അവസ്ഥയെന്നോ അല്ലെങ്കിൽ തുര്യനെന്നോ ഏത് പേരിലും പറയാം, നിർഗുണ ബ്രഹ്മമെന്നോ ഏത് വിശേഷങ്ങൾ കൊണ്ട് അതിനെ പറയാം. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ ഒരു സങ്കല്പമാണ്. അങ്ങനെ ഒരവസ്ഥയായിരിക്കണം, അല്ലെങ്കിൽ ഒരു യുക്തിയിലൂടെ ബോധ്യപ്പെടുന്നതാണ്. അവിടെ എന്തുകൊണ്ട് ഈ നാനാത്വം അനുഭവപ്പെടുന്നില്ല? നാനാത്വത്തിന് കാരണമില്ല അവിടെ. അതുകൊണ്ടെന്താണ് ആ വിഭാഗവാൻ? ഇവിടെ വിഭാഗങ്ങളില്ല. ഒരു തരത്തിലുള്ള ഇവിടെ വിഭാഗം ഉണ്ട്. ഞാൻ കാണുന്നവൻ, എന്റെ കാഴ്ച, ഞാൻ കാണുന്ന വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള വിഭാഗം. ഞാൻ ചെയ്യുന്നവൻ, ഞാൻ ഇച്ഛിക്കുന്നവൻ, ഇങ്ങനെ നാനാതരത്തിലുള്ള വിഭാഗങ്ങൾ അതവിടെയില്ല. കാരണം നാനാത്വം അതിന്റെ ഹേതുവിനോടുകൂടി തന്നെ അവിടെ അപ്രത്യക്ഷം. ഒന്നുമില്ല, കേവലമായ വസ്തു മാത്രം. അനന്യസാക്ഷിക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അന്യസാക്ഷികനായിട്ട് താനിരിക്കുന്നു. ഇവിടെ താൻ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നെയും ആരോ കണ്ടുകൊണ്ടിരിക്കുന്നു. അതല്ലേ അനുഭവം. എന്നെ എന്തുകൊണ്ട് ഒരാൾ കാണുന്നു? കാരണം ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഈ ഞാനല്ല. സ്വപ്നത്തിൽ അവിടെ മാറിയല്ലോ. ഇവിടെ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നു പുരുഷനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ സ്ത്രീയായി. ഈ ഞാനല്ല അവിടെ മാറുന്നു, മാറ്റം വരുന്നു. ഈ ഞാൻ ഇവിടെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ശിശുവായിരിക്കുന്നു, നാളെ യുവാവായിരിക്കുന്നു, പിന്നീട് വൃദ്ധനാകുന്നു. ഇങ്ങനെ അന്യസാക്ഷികനായിരിക്കുന്നു. അപ്പൊ ഈ മാറ്റങ്ങളെല്ലാം ഗ്രഹിക്കുന്ന ഒരാൾ, അതായത് എന്നെ അറിയുന്ന ഒരാളുകൂടെ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അന്യന്റെ അനുഭവം എനിക്കുണ്ടാകുന്നുണ്ട്, എനിക്ക് എന്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നിൽ പല അനുഭവങ്ങൾ മാറി മാറി വരുന്നു. ഈ അനുഭവങ്ങൾക്കൊരു സാക്ഷി ഉണ്ടായാലേ പറ്റൂ. ഞാനിപ്പോൾ അന്യസാക്ഷികനായിരിക്കുന്നു. എന്റെ എല്ലാ അനുഭവങ്ങൾക്കും, മാറിക്കൊണ്ടിരിക്കുന്ന എന്റെ അനുഭവങ്ങൾക്കും ഒരാൾ, എന്നെ അറിയുന്ന ഒരാൾ അയാളോട് കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക്, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്കും ഇങ്ങനെ വരാൻ, ഇവിടെ തന്നെ നാനാ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്നു. ഇതിനെല്ലാം സാക്ഷിയായി ഒരാൾ ഇരിക്കുന്നുണ്ട്. അതാണ് അന്യസാക്ഷികൾ. അപ്പൊ ഈ ദ്വൈതാനുഭവത്തിലെ ഈ അന്യസാക്ഷിയായിട്ടിരിക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്താണ്? അനന്യസാക്ഷികനാണ്. ഈ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ സാക്ഷിയുടെ ആവശ്യമില്ല. അവിടെ പിന്നെ കേവലനായിരിക്കുന്നു, ഏകനായിരിക്കുന്നു, അദ്വൈതനായിരിക്കുന്നു. ആരാണത്? പ്രത്യങ്. അതാണ് തന്റെ വാസ്തവ സ്വരൂപം. ആ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നതാണ് വാസ്തവ സ്വരൂപം. നാമാദി ജന്മത. ഈ അനുഭവത്തിന് മുമ്പ് ഉള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഈ ജാഗ്രത സ്വപ്നാനുഭവങ്ങൾക്ക് മുമ്പ് താനങ്ങനെ കേവല സ്വരൂപ സ്ഥിതനായിരുന്നു. പ്രത്യക് ആസി, അങ്ങനെയായിരുന്നു. അവിടെ നിന്നാണിത്
ഇതുണ്ടായത്. അതാണ് പറയുന്നത് അനുപലബ്ധാത്മാ. ഇവിടെ ആത്മാവ് ഉപലബ്ധാവായിരിക്കുന്നു, എല്ലാം അറിയുന്നവനായിരിക്കുന്നു. കാരണം ഇവിടെ അറിയാൻ വിഷയങ്ങളുണ്ട്. ഇവിടെ ഈ നാനാത്വത്തെ എല്ലാം ഗ്രഹിക്കുന്ന, നാനാത്വത്തെ അറിയുന്നവന്റെയും അറിവായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ അവിടെ ഇതൊന്നുമില്ല. അതുകൊണ്ട് കേവല പ്രത്യേക രൂപത്തിലിരുന്നു. അവിടെ നിന്നാണ് ഈ അനുപ്രവേശം സംഭവിച്ചത്, സൃഷ്ടിയിലേക്ക് വന്നതെന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. അത് ഇന്നെന്ത് മാറ്റം വന്നെന്നാണ് അടുത്ത് പറയുന്നത്. ദൃഷ്ടാദി രൂപത താവത് വ്യതിരോഗോ അഭവത് പുര. നാന്യാതോ അസ്തി ദൃഷ്ട. ഇവിടെ അങ്ങനെയല്ല, അന്യസാക്ഷിയുണ്ട്. ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ കാണുന്ന ഒരാൾ. അയാളാണ് പറയുന്നത് എന്താണ്, നീ തന്നെയാണ് സ്വപ്നത്തിൽ വേറൊരാളായിരുന്നത്, നീ തന്നെയാണ് ജാഗ്രതയിൽ ഇപ്പോൾ വേറൊരാളായിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടുപേരുണ്ടല്ലോ ദൃഷ്ടാക്കൾ. ഇത് രണ്ടുപേരുള്ളതുപോലെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു. എന്തായാലും ഒരാളല്ല. കാരണം മാറ്റങ്ങൾ സംഭവിക്കുന്നു, പ്രതിക്ഷണം മാറ്റം സംഭവിക്കുന്നു. അപ്പൊ അതിനെ ഗ്രഹിക്കുന്ന ഒരുവനുണ്ട്, അത് നമ്മൾ പറയും സാക്ഷി. അപ്പൊ ഇവിടെ താൻ അന്യസാക്ഷിയായിരിക്കുന്നു. പക്ഷെ അവിടെ എന്താണ്, അന്യാതോ അസ്തി ദൃഷ്ട. വേറെ ദൃഷ്ടാവ് ഒന്നും അവിടെ ഇല്ല, ഏകനാണ്. ദൃഷ്ടാതിരൂപതസ്ഥാവത് വ്യതിരേകോ അഭവത് പുര. ആ പണ്ട് പുര എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ സൃഷ്ടിയിലേക്ക് അനുപ്രവേശം നടക്കുന്നതിന് മുമ്പ് ഈ ദൃഷ്ടാദിഭാവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നാമാദി ജന്മനി ദൃഷ്ട ഇത്യാദി രൂപാന്വയോപ്യഭൂ. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ അനുപ്രവേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരാളിരുന്നു, ഇതെല്ലാം സൃഷ്ടിച്ചു, പിന്നീട് അതിൻ്റെ അകത്തേക്ക് കടന്നുകൂടി, ഇത്തരം സങ്കല്പങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നാമാദി ജന്മനി ജാഗ്രത സ്വപ്നത്തിലേക്ക് വരുന്നു. മുമ്പ് എങ്ങനെയായിരുന്നു? ദൃഷ്ടാതിരൂപത വ്യതിരേകോ അഭവത്. ദൃഷ്ടാദി ഈ ഭാവങ്ങൾക്കെല്ലാം അവിടെ ദൃഷ്ട, ശ്രോത, മന്ദ, വിജ്ഞാത ഈ ഭാവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നാമാദി ജന്മനി, നാമാദി ജന്മം എന്ന് വെച്ചാൽ നാമാദികളുടെ ഈ പ്രകടഭാവം, നാമാദികളുടെ ഈ അനുഭവഭാവം. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അതല്ലേ, നാമരൂപാദികളെ അനുഭവിക്കുന്നു, ശബ്ദസ്പർശാദി വിഷയങ്ങളെ അനുഭവിക്കുന്നതാണ് ഇതിന്റെ ജന്മം എന്ന് പറയുന്നത്. ഇതിന്റെ അനുഭവമല്ലാതെ ഇതിന്റെ ജന്മത്തെക്കുറിച്ച് നമുക്ക് വേറൊന്നും പിടിയില്ല. ആ സുഷുപ്തമായ അവസ്ഥയിൽ നിന്ന് ജാഗ്രത സ്വപ്നത്തിലേക്ക് വന്നതിനേക്ക് അനുഭവിക്കുന്നു. ഇത് തന്നെ ഇതിന്റെ ജന്മം. അല്ലാതെന്താ ഇതിന്റെ ജന്മം എന്ന് പറയുന്നത്? ഈ അനുഭവത്തിൽ നമ്മളിതിന്റെ എന്ന് പറഞ്ഞതുപോലെ ജന്മസ്ഥിതി അപ്യയങ്ങൾ, ജന്മസ്ഥിതി ലയങ്ങളെല്ലാം അതും അനുഭവിക്കുന്നു. ഈ ജന്മസ്ഥിതി നാശങ്ങളുടെ അനുഭവം, ഈ അനുഭവത്തിലേക്ക് വരിക, ജാഗ്രതത്തിലേക്ക് വരിക, ഇത് തന്നെയാണ് ഇതിന്റെ ജന്മം, നാമാദികളുടെ ജന്മം എന്ന് പറയുന്നത്. ആ ജന്മത്തിൽ പിന്നീട് നമ്മൾ ജന്മസ്ഥിതി നാശങ്ങൾ അനുഭവിക്കുകയാണ്. ഇത് ആകെ ഒരു ജന്മമാണ്, ഇതൊരു സൃഷ്ടിയാണ്. സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോ വസ്തുക്കളെയും ഇവിടെ സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്യുന്നു എന്നുള്ളതല്ല. ഈ പ്രകടഭാവം, ജാഗ്രത സ്വപ്നാദി അനുഭവം, ഇതല്ലാതെ വേറെ അവിടെ സൃഷ്ടിയില്ല.
കാരണം സൃഷ്ടിശൂന്യമായ ഒരവസ്ഥ അത് നമുക്കറിയാം, അങ്ങനെയൊന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇതിലേക്ക് വന്നത്. സ്വാനുഭവമാണ്, ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത അനുഭവമാണ്. പിന്നെ സൃഷ്ടിയുടെ രഹസ്യം എന്താ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. സൃഷ്ടിയും സൃഷ്ടിയുടെ കാരണമെന്തോ അതും ഇല്ലാതിരുന്ന ഒരവസ്ഥ. കാരണം ഉണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടായേ തീരും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ വരുന്നു. അപ്പോ പറയുന്നു ഇവിടെ കാരണം, കാര്യം, അതിനോട് ചേർന്ന് വരുന്ന എല്ലാം ഉണ്ടാകുന്നു. ദൃഷ്ടാവ്, ശ്രോതാവ്, മന്ദാവ് എന്നെല്ലാം പറയുന്ന ഈ ഭാവങ്ങളെല്ലാം ഒരുമിച്ച് വരും, പ്രകടമാകും. സ്ക്രീനിൽ നാമരൂപങ്ങളെല്ലാം ഒരുമിച്ച് പ്രകടമാകുന്നു. എല്ലാം ഒരുമിച്ച് കാണുകയാണ്. ഒരു സമയം എല്ലാം വരുന്നു. നാനാവർണ്ണങ്ങളും നാനാരൂപങ്ങളും ശബ്ദരൂപങ്ങളെല്ലാം നമുക്ക് ഒരേ സമയം അനുഭവപ്പെടുന്നു. അതെങ്ങനെ വരുന്നു? അതിന്റെ കാരണം എല്ലാം അവിടെ തന്നെയുണ്ട്, പുറമേ നിന്നൊന്നും വന്നാൽ അല്ലേ. മുമ്പിലിരിക്കുന്ന സ്ക്രീനിൽ എന്തൊക്കെയാണോ അനുഭവപ്പെടുന്നത് അതിന്റെ കാരണങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. കാരണം വേറൊരു കാലത്തിലും കാര്യം വേറൊരു കാലത്തിലുമാണ്. എന്താണോ പ്രതീതി അനുഭവം, അതിൽ കാര്യകാരണങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കുന്നു. അതാണ് നാമാദി ജന്മം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും നാമാദി ജന്മങ്ങൾ, ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ, ഈ അനുഭവത്തിൽ വരുമ്പോൾ ഈ അനുഭവത്തിന്റെ കാരണത്തെ അന്വേഷിച്ചങ്ങും പോകേണ്ട കാര്യമില്ല. ഇതിന്റെ കാരണം വേറൊരിടത്തുമില്ല. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. നമ്മൾ പറയും എന്തുകൊണ്ട് ഇത് കാണുന്നു? കണ്ണുള്ളതുകൊണ്ട് കാണുന്നു. കണ്ണെന്താ വേറെ ഏതെങ്കിലും കാലത്തായിരുന്നു? കണ്ണിവിടെയല്ലേ, ഈ അനുഭവകാലത്തിലല്ലേ കണ്ണ്. ഈ അനുഭവത്തിന് എന്തൊക്കെ കാരണമായിട്ടുണ്ടോ അതെല്ലാം ഇവിടെ തന്നെയുണ്ട്. വേറെ ഒരിടത്തു നിന്ന് ഇത് വന്നാൽ ഇതെന്തുകൊണ്ട് കാണുന്നു? ഇതിന്റെ കാരണമുള്ളതുകൊണ്ട്. വേറൊരു സമാധാനം നമുക്ക് പറയാനില്ല. അപ്പൊ കാരണം ഉള്ളതുകൊണ്ട് ഇത് കാണുന്നെങ്കിൽ, കാരണം ഉണ്ടെങ്കിൽ ഇത് കണ്ടേ പറ്റൂ. കാരണം ഉണ്ടായിരിക്കുക, കാണാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. കാരണം ഇത് കാരണമുള്ളതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യകാരണങ്ങൾ ആണ് പറയുന്നത്. ദിഷ്ട ഇത്യാദി രൂപം, ദൃഷ്ടാവ്, ശ്രോതാവ്, മന്ദാവ്, വിജ്ഞാതാവ്, ഈ രൂപത്തിൽ കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ, നിശ്ചയിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, ഇച്ഛിക്കുന്നവൻ, ഈ ഭാവങ്ങളെല്ലാം ഇതിനോട് അന്യമായി ചേർന്ന്, ഇതാണ് ദൃഷ്ടാദി രൂപ അന്യം. ഈ ദൃഷ്ടാദി രൂപങ്ങളോടുകൂടി ചേർന്ന ദൃശ്യം അനുഭവപ്പെടുന്നു എന്ന് പറയും. മുമ്പ് കേവലമായ പറയാം അലുപ്ത ദീപം, ഒരിക്കലും ലോകം സംഭവിക്കാത്ത ഒരു ദീപം. അതാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ആ അലുപ്ത ദീപം, ഒരിക്കലും ലോകം സംഭവിക്കാത്ത ആ ദീപം, ആ ദീപം പ്രകാശിക്കുമ്പോൾ ഇതൊന്നുമില്ല. കേവലമായി ആ ദീപം മാത്രം പ്രകാശിക്കും. അതാണ് സുഷുപ്തി. അവിടെ ഇതൊന്നുമില്ല. ഇതിന് കാരണം അതാണെന്ന് പറയാൻ പറ്റും? അതൊന്നും പറയാൻ കഴിയില്ല. എങ്കിൽ അത് ഇവിടെ അവിടെ അങ്ങനെ അത് പ്രകാശിക്കാൻ കഴിയില്ല. അവിടെ ഇതൊക്കെ അനുഭവപ്പെടണം. ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഒരിക്കലും ഇല്ലാതിരിക്കും. ഇതങ്ങനെയല്ല. ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ ഈ ജീവൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോ ആ കേവലമായ അവസ്ഥ, നില, അതാണ് ഇതിനൊക്കെ കാരണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെന്താ ഇതിനൊക്കെ കാരണം? ഇതിന് കാരണം ഇവിടെ തന്നെയുണ്ട്. ഇതിന്റെ കാരണം അന്വേഷിച്ച് വേറെടുത്തും പോകേണ്ട കാര്യമില്ല. ഇതിന്റെ കാരണം വേറൊന്നുമല്ല.
ദൃഷ്ടാതിരൂപാന്യം, ദൃഷ്ടാശ്രോതാവ് എന്നുള്ള ഈ ഭാവത്തോടുകൂടി നാമാദിജന്മൻ, ഈ നാമാദികളുടെ ജന്മം, അതിന്റെ പ്രകടഭാവം, അതിന്റെ പ്രതീതി ഇവിടെ ഉണ്ടാകുന്നു. ഇതിന്റെ കാര്യകാരണങ്ങളെല്ലാം ഇവിടെ തന്നെ, ഇതിനപ്പുറം പോകണ്ട. ആ അലുപ്ത ദീപം, നാശം വരാത്ത ദീപം അതിവിടെയുണ്ട്, അവിടെയുണ്ട്. അതുകൊണ്ടാണ് അതിന് നാശം വരാത്ത ദീപം. അപ്പോൾ അതിൽ പിന്നെ ഇതെല്ലാം അതിന് കാരണമല്ലെന്നും പറയും. അതിന് കാരണമല്ലെന്നുള്ള സ്വാനുഭവമാണ്. കാരണം അതുള്ളപ്പോൾ ഇതില്ല. കാരണം കാര്യകാരണങ്ങൾക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്. തസ്സത്വേ തസ്സത്വം തദഭാവി തദഭാവം, നൈയായികന്മാരുടെ നിയമം. അത് സാമാന്യ നിയമമാണ്. അങ്ങനെ ഒരു നിയമം ഇവിടെ കാണുന്നില്ല. അതുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുക, അങ്ങനെ കാണുന്നില്ല. അതുണ്ട്, പക്ഷെ ഇതൊന്നുമില്ല. അപ്പൊ അതിനെ ഇതിന്റെ കാരണമെന്ന് പറയാൻ പറ്റും. ആ ദീപസുഷുപ്തിയിലുണ്ട്, അവിടെ ഇതൊന്നുമില്ല. അപ്പൊ അതിന് കാരണമെന്ന് പറയാൻ പറ്റില്ല. അല്ല, അവിടെ ഇതിന്റെ കാരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇതും കാണണം. അപ്പൊ ഇതിന്റെ കാരണം ഇവിടെയുള്ളൂ. അതാണ് നാമാദി ജന്മനി. മുമ്പാണെങ്കിലോ വ്യതിരേകോ അഭവം, ഇതിന്റെ എല്ലാം അഭാവമായിരുന്നു, ഇതിന്റെ എല്ലാം ശൂന്യതയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ഇപ്പോൾ ഇതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതൊന്നിനാണോ ഇതെല്ലാം പ്രകാശിപ്പിക്കുന്നത്, അതവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കാര്യകാരണങ്ങളെല്ലാം അനുഭവപ്പെട്ടു. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ആ കേവലമായ സുഷുപ്തിയിൽ അവിടെ അനുഭവങ്ങളൊന്നുമില്ല. ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം കൂടിയില്ല, ഒരനുഭവമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അറിയുന്നു ഞാൻ അജ്ഞനാണ്, ഞാൻ ഇതിനെല്ലാം അനുഭവിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണം അതിന് നിങ്ങൾ അവിവേകമെന്നോ ഭ്രാന്തിയെന്നോ മായയെന്നോ അവിദ്യയെന്നോ എന്ത് പേരിട്ടോ വിളിക്കുക, അതെല്ലാം അനുഭവപ്പെടുന്ന ഇവിടെയാണ്. മറ്റൊരിടത്തും അത് അനുഭവപ്പെടുന്നില്ല. മറ്റൊരിടത്ത് പറഞ്ഞാൽ മറ്റൊരു സ്ഥലമേ ഉള്ളൂ, ഇതില്ലാത്ത സ്ഥലം സുഷുപ്തിയിൽ. അപ്പൊ ഇവിടെ ഈ നാമാദി ജന്മത്തിൽ അതിനോട് ചേർന്ന് വേർപിരിക്കാൻ വയ്യാത്ത രീതിയിൽ ഇതിന്റെ കാരണവും അനുഭവപ്പെടുന്നു. അതാണ് തന്റെ അജ്ഞത. എന്തിനെ കുറിച്ചുള്ള അജ്ഞത? തന്റെ പ്രത്യേക സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞത. അതിവിടെ അനുഭവപ്പെടുന്നു. അത് അനുഭവപ്പെടുന്നിടത്ത് ഈ ദൃശ്യങ്ങളുമുണ്ട്. അതാണ് ഈ കാണുന്ന അനുഭവം, നാമാദി ജന്മസൃഷ്ടിയും അതിന്റെ കാരണവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് എന്താണ്? നിർധൂത അശേഷ നാനാത്വ തദ്ഹേതു. അശേഷ നാനാത്വവും അതിന്റെ ഹേതുവും നിർധൂതമായിരിക്കുന്നു, നിരസ്ഥമായിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. അവിടെ ഇതൊന്നുമില്ല. അത് നിത്യമുക്തി. അമുക്തി അതിന്റെ സ്വരൂപം തന്നെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് നിത്യബന്ധനം, അജ്ഞാനവും അതിന്റെ കാര്യങ്ങളും. ഈ നാമാദി ജന്മത്തോടുകൂടി ഇതൊക്കെ എങ്ങനെ വന്നു? ഈ കാരണം എവിടെ നിന്നുണ്ടായി? എന്തുകൊണ്ട് ആ നിത്യമുക്തിയിൽ നിന്ന് ഈ നിത്യബന്ധനം അനുഭവപ്പെടുന്നു? അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അത് അനിർവചനീയം, അത് മായ എന്ന് പറയും. അത് വേറൊരു സ്ഥലത്തില്ല, ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് പറയുന്നു ദുഷ്ട ഇത്യാദി രൂപാന്യോ ഭൂത്. അതെല്ലാം ഇവിടെയാണ്, ഈ ജാഗ്രത സ്വപ്നങ്ങളിലാണ്. ഇത് തന്നെയാണ് സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അത് തന്നെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ള നിലയ്ക്ക് ഈ ജഗത്തിനെ
ബാഹ്യദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ജഗത് സൃഷ്ടി അതിന്റെ മുമ്പിൽ സൃഷ്ടിക്കുമ്പോഴുള്ള ഒരവസ്ഥ, അതിന്റെ മുമ്പിലുള്ള ഒരു പരബ്രഹ്മം, അതിൽ നിന്നുള്ള ഈ ജഗത് സൃഷ്ടി ആ രീതി, രണ്ടും ഒന്ന് തന്നെയാണ്. സാധാരണ നമ്മൾ ഏതെങ്കിലും കാര്യം വരുമ്പോൾ അതിനൊരു ഉദാഹരണത്തെ പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ നമ്മൾ ദൃഷ്ടാന്തം എന്ന് പറയും. ഏതിനു വേണ്ടി പറയുന്നു അതിനെ ദാഷ്ടാന്തികം എന്ന് പറയും. ഒരിടത്തും ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും ഒന്നാകത്തില്ല. ഇതൊരു നിയമമാണ്. പ്രപഞ്ചം പരമാർത്ഥമല്ല എന്നെല്ലാം പറയുന്നതിന് നമ്മൾ പറയാതെ രജ്ജുസർപ്പം പോലെ. രജ്ജുസർപ്പമാണോ പ്രപഞ്ചം? അല്ലല്ലോ. അതുകൊണ്ട് രജ്ജുസർപ്പം എന്ന് പറയുന്നത് ദൃഷ്ടാന്തം, അതിന് ദാഷ്ടാന്തികം പ്രപഞ്ചം. പക്ഷെ ഒരേ ഒരു സ്ഥലത്ത് മാത്രം ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും ഒന്നാവും. ദൃഷ്ടാന്തം തന്നെ ദാഷ്ടാന്തികവും ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എന്നാൽ ദൃഷ്ടാന്തമായും കാണിക്കും, ദാഷ്ടാന്തികമായും കാണിക്കും. നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് മൂന്നാണെന്ന്: ജാഗ്രത, സ്വപ്നം, മൂന്നാമത് സുഷുപ്തി. ആ സുഷുപ്തി എന്ന് പറയുന്നത് ദൃഷ്ടാന്തമാണ്, ദാഷ്ടാന്തികമാണ്. ദൃഷ്ടാന്തമായ രൂപത്തിൽ അതിനെ ചർച്ച ചെയ്യും, ദാഷ്ടാന്തികമായിട്ട് അതിനെ പരാമർശിക്കും. അതിന് മാത്രമുള്ളതാണ് ഈ അദ്വൈത ചിന്തയിൽ, അതിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടിടത്ത് യോജിപ്പിക്കാം. ഒന്നുകിൽ ഈ സൃഷ്ടിക്കുമ്പോഴുള്ള ഒന്ന്. പക്ഷെ അങ്ങനെ സൃഷ്ടിക്കുമ്പോഴുള്ളതെന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ ഇത്രയും വിപുലമായി പ്രപഞ്ചം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നമുക്കവിടെ ബഹിർമുഖമാകാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. ആ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു കാരണം അത് പരബ്രഹ്മം, വളരെ വലുതായ ഒന്ന്, നമ്മുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറമുള്ള ഏതോ ഒരു പരബ്രഹ്മം, അങ്ങനെ പോകും. അതാണ് ബഹിർമുഖത എന്ന് പറയുന്നത്. പക്ഷെ ആ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഇവിടെ എന്താണ് പറയുന്നു? പ്രത്യേക്. വീണ്ടും പറയുന്നു, ഈ പറയുന്ന പരബ്രഹ്മം എന്ന് പറയുന്നത് പ്രത്യേകമാണ്. ബഹിർമുഖമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒന്നല്ല, അന്തർമുഖമായി ഗ്രഹിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അത് തന്നിലേക്ക് വരുന്നു. അപ്പോൾ സൃഷ്ടിയുടെ കാരണം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൽ നിന്നും നേരെ പ്രത്യേക തന്റെ സ്വരൂപത്തിലേക്ക് വരുന്നു. തന്റെ സ്വരൂപത്തിലേക്ക് വന്നാൽ ഏതൊരു ചെന്ന് അവസാനിക്കുന്ന സുഷുപ്തി. അപ്പോൾ സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ച് നമ്മൾ ബഹിർമുഖമായി ചിന്തിച്ച് പരബ്രഹ്മത്തിൽ എത്തിച്ചേർന്നാൽ അത് അവസാനം അന്തർമുഖമായി ചിന്തിക്കുമ്പോൾ വന്നു ചേരുന്നത് തന്നെ സ്വസ്വരൂപത്തിൽ, സുഷുപ്തിയിൽ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വം, സദാത്മേകത്വം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ താല്പര്യം. അതാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? പ്രത്യേക് ആസി. സൃഷ്ടിക്കുന്ന മുമ്പ് പ്രത്യേക് പരബ്രഹ്മം ഉണ്ടായിരുന്നെന്നല്ല, സ്വസ്വരൂപം അതുണ്ടായിരുന്നു. അത് ദൃഷ്ട ഇത്യാദി രൂപാന്യോ. അപ്പൊ ആ പരബ്രഹ്മസ്വരൂപം തന്നെ, അല്ലെങ്കിൽ ആ സുഷുപ്ത സ്വരൂപം തന്നെയാണ് ദൃഷ്ടാശ്രോത മന്ദ ഇത്യാദി രൂപത്തോട് മാറിയത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? പ്രത്യേക അജ്ഞാന ഹേതു ഉദ്ധം ആത്മേവം മായ ജഗത്. ആ പ്രത്യേക അജ്ഞാനം കൊണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ആജ്ഞാനം കൊണ്ട് അത് ശ്രദ്ധിക്കുന്നു. മായ ജഗത്. ഇവിടെ ഇപ്പോൾ ഈ ജഗത്ത് അനുഭവപ്പെടുന്നു. ഈ ജഗത്ത് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞു പ്രത്യേക ജ്ഞാനം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട്. ജഗത്ത് എവിടെ അനുഭവപ്പെടുന്നു? ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം
അങ്ങനെയാണെങ്കിൽ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവത്തിന്റെ കാരണം അത് ഇവിടെ തന്നെ, പ്രത്യേക അജ്ഞാനം അതിവിടെ തന്നെ. ഇവിടെ ഈ അജ്ഞാനം കൊണ്ട് ഇതിങ്ങനെ അനുഭവപ്പെടുന്നു. എന്തനുഭവപ്പെടുന്നു? പ്രത്യേകിച്ച് സ്വരൂപം തന്നെ ഈ അനുഭവപ്പെടുന്നത് ആണ്. അങ്ങനെ അനുഭവപ്പെടുന്നതിനുള്ള ഹേതുവിനവിടെ പറഞ്ഞു മായ. മായ കൊണ്ട് അനുഭവപ്പെടുന്നു. സ്വസ്വരൂപത്തെ മായ കൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നുകൊണ്ട് പറയുന്നത് സത്യമല്ല, ഇത് മിഥ്യയാണ്. മായ കൊണ്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് ഇത് മിഥ്യ എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ അനുഭവപ്പെടുന്ന എന്തിനെയാണ്? സ്വസ്വരൂപത്തെ തന്നെ. അതുകൊണ്ട് അടുത്ത് പറയുന്നത് എന്താണ്? നാമാദി ജന്മനി. ഈ നാമാദികളുടെ ഈ അനുഭവത്തിൽ ആ പ്രത്യേക ദൃഷ്ട ഇത്യാദി രൂപത്തെ പ്രാപിച്ചു. ആ സുഷുപ്തനായിരുന്നവൻ തന്നെ, അല്ലെങ്കിൽ ആ തുര്യനായിരുന്നവൻ തന്നെ ദഷ്ടാവ് ശ്രോതാവ് ഈ രൂപത്തെ പ്രാപിച്ചു. എന്നാലേ അദ്വൈതമാകത്തുള്ളൂ. അവിടെ ഒരാളാണ്, ഇവിടെ വേറൊരാളാണെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഭേദമായി, ദ്വൈതമായി. ആ പ്രത്യേക സ്വരൂപം തന്നെ ഈ നാനാരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. അത് എങ്ങനെ അത് പ്രാപിച്ചിരിക്കുന്നു? അതാണ് അടുത്ത് പറയുന്നത്. അവിടെ തന്നെ അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. എന്തിനു വേണ്ടി ഇത് ഈ മാറ്റം? ഈ പ്രത്യേക രൂപത്തിൽ നിന്ന് ഈ ദുഷ്ട തുടങ്ങിയ രൂപത്തിലേക്ക് എന്തിനു മാറി? ഒരു സമാധാനം അതിനുള്ള ഉപലബ്ധി അർത്ഥത്വ. ഇതിന്റെ ഉപലബ്ധിക്ക് വേണ്ടി, വെളിച്ചെന്തിനു വേണ്ടി? നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും മറ്റുള്ള എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനൊരു ജോലി കൂടെ എന്താണ്? അത് അതിനെ കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് പ്രകാശിക്കുന്നത്. മറ്റുള്ളതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു ജോലി കൂടെ അതിനുണ്ട്. അതിനെ കാണിച്ചു തന്നിട്ട് അതിന് മറ്റുള്ളതിനെ കാണിച്ചു തരാൻ പറ്റും. അതുപോലെ സ്വോപലബ്ധി, ആത്മോപലബ്ധിക്ക് വേണ്ടിയിട്ട് ഈ ദൃഷ്ടാദി രൂപത്തെ പ്രാപിച്ചു. കാണുന്നവനും കേൾക്കുന്നവനുമൊക്കെ ആയി മാറിയത് ആ കേവലമായ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥാന്തരത്തിലേക്ക് വന്ന് തന്നെ കാണിക്കാൻ വേണ്ടി. ഇത് അവിടെ നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ കേവലമായ ആ അലുപ്ത പ്രകാശത്തിൽ ഇത് സംഭവിക്കത്തില്ല. ഇവിടെ വന്നാലേ ഇത് എന്താണ് ഉപലബ്ധി അത് സംഭവിക്കത്തുള്ളൂ. സാധ്യമല്ല. അതടുത്തും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. എന്താ അതിന്റെ പ്രയോജനം? അവിടെ പറഞ്ഞു പുരുഷാർത്ഥത്വ ശ്രവണം. എന്തിന് തന്നെ പ്രകാശിപ്പിക്കണം? അതാണ് പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥത്തെ ഇവിടെ നേടണം. എപ്പോഴാണോ താൻ ദഷ്ടാവും മന്ദാവുമായെല്ലാം ഇരിക്കുന്നത് ഈ ജാഗ്രത അവസ്ഥയിൽ, ഇവിടെ തന്നെ ആ പുരുഷാർത്ഥത്തെ നേടണം. അതിനു വേണ്ടിയിട്ടാണ്. അതാണത് ശ്രുതിയുടെ താല്പര്യം. അതാണ് അതിനുവേണ്ടി ശ്രുതി പറയുന്നു ആത്മാനം ഏവ ആവേ. അവൻ തന്നെയാണ് ഗ്രഹിച്ചത്, തന്നെയാണ് അവൻ ബോധിച്ചത്. ഇവിടെ മറ്റൊന്നിനും ബോധിച്ചില്ല, വേറൊരു പരബ്രഹ്മത്തിൽ നിന്ന് സാക്ഷാത്കരിച്ചില്ല. തസ്മാത് സത്ത സർവം അഭവത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞ യുക്തികളിലൂടെയും സ്വാനുഭവത്തിലൂടെയും ചിന്തിക്കുമ്പോൾ തത്ത് സർവം അഭവത്. ആ ഏകനായിരുന്നവൻ തന്നെയാണ് ഇവിടെ സർവവുമായി തീർന്നിരിക്കുന്നത്, മറ്റൊരാളില്ല. സർവവും തത്, അത് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ദുഷ്ട ഇത്യാദി രൂപാന്യോ, ദുഷ്ട തുടങ്ങിയ രൂപത്തെ പ്രാപിച്ചത് അവൻ തന്നെയാണ്. അത് പ്രാപിക്കുന്നതിനുള്ള കാര്യവും കാരണവുമെല്ലാം ഇവിടെ സംഭവിച്ചു. അതിന് മൊത്തത്തിലൊരു പേര് പറഞ്ഞ അവിദ്യയെന്നോ മായയെന്നോ പറയാം. തത് സർവം അഭവത്.
അതിന്റെ ഫലവും അത് തന്നെ. ആ ഏകനായിരുന്നവൻ പലതായി. അതുകൊണ്ടെന്താ പ്രയോജനം? ഇതറിഞ്ഞാൽ പ്രയോജനമുണ്ട്, അതറിയാത്തിടത്തോളം കാലം പ്രയോജനമില്ല. അറിയുന്നതാണ് പുരുഷാർത്ഥം. അതിനാണ് ഗുരുവും ശാസ്ത്രവുമില്ല. അതറിഞ്ഞില്ലെങ്കിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സതി സമ്പദ്യ ന വിദുഹു, സദാ ആ സത്തിന് സമ്പത്ത് പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അറിയുന്നില്ല. അറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് പറഞ്ഞു, അതതിന്റെ സ്വഭാവമാണ്. പക്ഷെ അതറിയണം. അതറിയുമ്പോൾ അത് പുരുഷാർത്ഥം. ബ്രഹ്മവിത്ത് ആപ്നോതി പരം എന്ന് പറയുന്നു. അത് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നു. അവൻ ആ പരത്തെ പ്രാപിക്കുന്നു, അതിനെ സാക്ഷാത്കരിക്കുന്നു. ആപ്നോതി എന്നുവെച്ചാൽ സാക്ഷാത്കരിക്കുന്നു. എന്തിനെ? പരത്തെ. എന്താണ് ആ പരം എന്ന് പറയുന്നത്? സ്വസ്വരൂപത്തെ. അന്തർമുഖമായി ഗ്രഹിക്കുന്ന സ്വസ്വരൂപത്തെ അവൻ സാക്ഷാത്കരിക്കുന്നു. അതാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ പറ്റൂ. അതുകൊണ്ടല്ലേ ആരും സുഷുപ്തനായിരിക്കുമ്പോൾ ബ്രഹ്മവിത്താകാത്ത. അതിനിതെല്ലാം സംഭവിക്കണം. ഈ കോലാഹലങ്ങളെല്ലാം സംഭവിച്ച് എന്നിട്ട് ഇതിൽ വന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് അതിനെ അറിയണം. എന്നാലേ പുരുഷാർത്ഥം സംഭവിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതതിന്റെ സ്വഭാവ മഹിമ എന്ന് പറയും. ദേവസ്യേഷ സ്വഭാവം, ദേവന്റെ സ്വഭാവമായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മുക്തിയിലേക്കും ബന്ധനത്തിലേക്ക്, നിത്യമുക്തിയിലേക്ക് പോകുന്നു, നിത്യബന്ധനത്തിലേക്കും വരുന്നു. ഇവിടെ അതുപോലെ ഇവിടെ അതിനെ സാക്ഷാത്കരിക്കണം. സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മയോഭൂതി. അപ്പോൾ അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ ഏതൊരുവനാണോ ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത്, ആ സാക്ഷാത്കാരം അപ്രമേയമായിരിക്കുന്നതിന്റെ സാക്ഷാത്കാരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അവൻ അതായി തന്നെ മാറുന്നു. അവനതാണല്ലോ, പിന്നെ എന്തിനാ അതായിട്ട് മാറുന്നത്? ഇവിടെ ഉള്ള ഈ കാര്യകാരണങ്ങളിലേക്ക് അവൻ താതാത്മ്യപ്പെടുന്നില്ല. എങ്ങനെയാണോ സ്വാഭാവികമായി സഹജമായി ഈ ബന്ധനത്തിലേക്കും മുക്തിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അത് പിന്നെ സംഭവിക്കുന്നില്ല. അവൻ സദാ അല്ലെങ്കിൽ നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. അത് ഇവിടെ ഈ ജാഗ്രത്തിൽ അത് സംഭവിക്കുന്നു. ബ്രഹ്മയോ ഭവതി ആചാര്യവാൻ പുരുഷോ വേദ. ചോദിക്കും, ഉറങ്ങിയാൽ പോരെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതാണ് പരമാർത്ഥം. എന്തിന് ജാഗ്രത വരണം, എന്തിന് ആചാര്യം വേണം, എന്തിന് ശാസ്ത്രം വേണം? പറയുന്നു ആചാര്യവാൻ പുരുഷവേദ. എന്നാലേ ഇതറിയാൻ പറ്റൂ, എന്നാലേ സാക്ഷാത്കാരം സംഭവിക്കത്തുള്ളൂ. അവിടെ ഈ കാര്യകാരണങ്ങൾ അവിടെ ഇല്ല. കാര്യകാരണങ്ങൾ ഉള്ളിടത്തേ അത് സംഭവിക്കും. അതിന് ആചാര്യം വേണം, ശാസ്ത്രം വേണം, എല്ലാം വേണം. തസ്യ താവദേവ ചിരം അത് പറയുന്നു. അവിടെയെല്ലാം ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറയും. സർവാത്മഭാവം, അതിന്റെ ഫലം. ഏതൊരുവനാണോ അങ്ങനെ ഇവിടെ വന്ന് ഈ ജാഗ്രതയിലിരുന്നതിനെ ആ തത്വത്തെ ഗ്രഹിക്കുന്നത്, ആ തത്വത്തെ ബോധിക്കുന്നത്, അവൻ ആ നിത്യബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നു. പിന്നീട് അവൻ നിത്യമുക്തനായിരിക്കുന്നു. ആ ബോധം കൊണ്ട്, അപ്രമേയമായിരിക്കുന്ന ആ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട്, ആ ബോധത്തിന് വേണ്ടി ഇതെല്ലാം സംഭവിക്കുന്നു. സ്വസ്വരൂപത്തെ ബോധിക്കുന്നതിന് വേണ്ടി അവിടെ സ്വസ്ഥനായിരുന്നിട്ട് സൃഷ്ടിച്ച് അതിലേക്ക് അനുപ്രവേശം നടത്തി. അതാണ് പറഞ്ഞു വരുന്നത്. ഇന്നിവിടെ ബോധിക്കുന്നു. എന്താ പ്രയോജനം? അവൻ നിത്യമുക്തനായിരുന്നവന് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. എന്നാ പറഞ്ഞു, അവൻ നിത്യമുക്തനായിരുന്നു. പക്ഷെ അവൻ ഇതിലേക്ക് വന്നുപെടുന്നു.
ഇതിൽ നിന്നുള്ള മോചനമാണ് അതിന്റെ പ്രയോജനം. എന്തായാലും ആ അവസ്ഥയിൽ നിന്ന് ച്യുതി സംഭവിക്കുന്നു, ഇതിലേക്ക് വരുന്നു. ഇനി ഇതിൽ നിന്ന് മോചനം വേണം. എന്നാലേ അതിന് നിത്യമുക്തി എന്ന് പറയാൻ പറ്റും. നിത്യബന്ധനത്തിൽ നിന്നുള്ള മോചനം കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താണ്? അവൻ അവിടെയും നിത്യമുക്തനാണ്, ഇവിടെയും നിത്യമുക്തനാണ്. അതാണ് ആഗ്രഹിക്കുന്നത്. അവൻ സുഷുപ്തനായിരിക്കുമ്പോഴും അവൻ മുക്തനായിരിക്കും, ഈ ജാഗ്രത സ്വപ്നങ്ങളിലും മുക്തനായിരിക്കും. ആ സുഷുപ്തനായിരുന്നുള്ള ആ മുക്തി അത് അനുഭവവേദ്യമാണ്. പക്ഷേ ഈ ജാഗ്രത സ്വപ്നങ്ങളിലുള്ള ഈ മുക്തി അത് അനുഭവവേദ്യമാണ്. ആ സുഷുപ്തനായിരിക്കുമ്പോഴുള്ള സാക്ഷാത്കാരം അത് അനുഭവവേദ്യമല്ല, കാരണം അവിടെ ഈ കർണങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള സാക്ഷാത്കാരം, ഈ ജാഗ്രതത്തിലുള്ള സാക്ഷാത്കാരം അത് അനുഭവവേദ്യമാണ്. ഇതാണ് വ്യത്യാസം. ഇവിടെ സാക്ഷാത്കാരം അനുഭവവേദ്യമാണ്, ഇവിടെ മുക്തി അനുഭവവേദ്യമാണ്. ആ ഒരു അനുഭവത്തിൽ നോക്കുമ്പോൾ എന്താണ് പിന്നെ അവിടെ സുഷുപ്തി, ജാഗ്രത, സ്വപ്നം ഇത്തരം ഭേദങ്ങളില്ല. അതാണ് അദ്വൈതം. അതാണ് ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുന്നത്. തതോ മാം തത്വതോ ജ്ഞാത്വ വിശദേ തദനന്തരം തതഃ അനന്തരം ഭഗവത്ഗീതയിൽ പറയുന്നു. അനന്തരം അഥാതോ ബ്രഹ്മജിജ്ഞാസ അവിടെ പറഞ്ഞു. ഇതെല്ലാത്തിനും ശേഷം, ഇതിനെന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നേടിയതിനു ശേഷം, അതാണ് തത്വതോ ജ്ഞാത്വ, എന്നെ യഥാർത്ഥമായി അറിഞ്ഞിട്ട്, എന്റെ തത്വത്തെ അറിഞ്ഞിട്ട് എന്നർത്ഥം. ആ തത്വത്തിൽ അറിയുക, അത് അവിടെ തന്നെ പല തരത്തിലും പറഞ്ഞിട്ടുണ്ട്. അഹമാത്മാ ഉദാകേശ സർവഭൂതാശിസ്ഥ, എന്നെ സർവഭൂതാശിസ്ഥനായി അറിയുക. ഉത്തമ പുരുഷസ്തന്യ പരമാത്മ്യത്തിദാഹൃത, എന്നെ പരമാത്മാവായിട്ട് അറിയുക. ഇത്തരത്തിൽ പലതരത്തിൽ അവിടെ വിശദീകരിച്ചാണ് താത്വികമായിട്ടുള്ള ജ്ഞാനം. അഹ്മാദിശ്ച മധ്യഞ്ച ഭൂതാനാം അന്തയേവച, എത്രയോ തരത്തിൽ അവിടെ വിശദീകരിച്ചു. അങ്ങനെ യഥാർത്ഥമായി സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ട് വിശദേ തദനന്തരം അവൻ ആ പുരുഷാർത്ഥത്തെ പ്രാപിക്കുന്നു, മുക്തനായിത്തീരുന്നു. തദ്ഹ്യഗ്രം സർവവിദ്യാന പ്രാപ്യതേ അമൃതം തതഃ. ഈ ബോധം, ഇവിടെ ശ്രുതി ഉപദേശിക്കുന്നതായ ഈ ബോധം, അതാണ് സർവവിദ്യാനാം അഗ്രം, സർവവിദ്യകളായേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്നത്, പ്രഥമമായിരിക്കുന്നത്, മുഖ്യമായിരിക്കുന്നത്. ഈ ഒരു അറിവിന് മാത്രമേ ഈ സംസാരത്തിൽ നിന്നും ആത്യന്തികമായി അവനെ മോചിപ്പിക്കാൻ കഴിയൂ. പ്രാപ്യതഹ്യമൃതം, അതിൽ നിന്നവൻ മുക്തിയെ പ്രാപിക്കുന്നു. ഇത്യാദി സ്മൃതിഭ്യശ്ച. ഭേദദർശന അപവാദാച്ച സൃഷ്ട്യാദി വ്യാഖ്യാന ആത്മേകത്വ ദർശനാർത്ഥ പരതോ ബോധി. അതുകൊണ്ട് പറയുന്നു സൃഷ്ട്യാദി വ്യാഖ്യാനം, ഇവിടെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നു പലതരത്തിൽ. ഛാന്തോക്യത്തിലും മറ്റും നമ്മളത് വിശദമായി ചർച്ച ചെയ്തു. തൈത്തിരീയത്തിൽ പറഞ്ഞു സൃഷ്ടിയെക്കുറിച്ച്. അപ്പോൾ പലതരത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു സൃഷ്ടിയാദി വാക്യം. അത് ബഹിർമുഖമായി സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടല്ല, അദ്വൈതിയുടെ മതമനുസരിച്ച്. അങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്. മറ്റ് ദാർശനികന്മാരല്ലെങ്കിൽ മറ്റ് തത്വചിന്തകന്മാരൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്വൈതത്തിൽ എന്താണെന്നുള്ളത്. അദ്വൈതത്തിൽ സൃഷ്ടിയാദികളെ കുറിച്ച് പറയുന്നത് ഒരിക്കലും സൃഷ്ടി എങ്ങനെയാണ് എന്ന് ബഹിർമുഖമായി സൃഷ്ടിയുടെ രഹസ്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് കേവലം ആ ജീവന്റെ അന്തർമുഖതയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണ്. അന്തർമുഖത എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ ഭേദബുദ്ധി ഇല്ലാതാകുന്നത്, ഭേദദർശന അപവാദ, അതിന്റെ താല്പര്യം അതാണ്. ഈ ഭേദദർശനത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ഭേദബുദ്ധിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, ഭേദബുദ്ധിയെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടായി, അത് പരമാണുവിൽ നിന്നാണോ, പരമാണു എങ്ങനെ ഉണ്ടായി, അതിന് കാരണം എന്താണ്, ഏത് പരമാണുവിൽ നിന്നാണ് ഉണ്ടായത്, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ബുദ്ധി ബഹിർമുഖമായി ചിന്തിച്ച് അനവസ്ഥയിൽ അത് ഇതിന്റെ ഗുണവും ദോഷവും ഇതാണ്. ഒരിക്കലും ബഹിർമുഖമായ അന്വേഷണം ഇതിനെ വെളിപ്പെടുത്തത്തില്ല. കാരണം എന്തുകൊണ്ട്? ബഹിർമുഖമായ അന്വേഷണത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അനവസ്ഥയിലെത്തി, ഒരവസ്ഥ, ഒരു നിലയില്ലാതെ വരും. കാരണം ബുദ്ധിക്ക് പരിമിതിയില്ല, ബുദ്ധി മായാകാര്യമാണ്, മായ അനന്തം അനിർവചനീയമാണ്. അതുകൊണ്ട് അതിനെ പിന്തുടർന്നു പോകുന്നവൻ എപ്പോഴും ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥ, അതിൽ നിന്ന് വേറൊരവസ്ഥ, ഒരു നിഗമനത്തിൽ നിന്നും അടുത്ത നിഗമനത്തിലേക്ക്, അതിൽ നിന്ന് അടുത്ത, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്രതിഷ്ഠ, അതിന് പ്രതിഷ്ഠയിലോട്ട്. ബഹിർമുഖതയുടെ ഒരു ദോഷം. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ബഹിർമുഖമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതാണ് സൃഷ്ടിയുടെ രഹസ്യമെന്ന് നമ്മൾ കണ്ടെത്തും. പക്ഷെ അടുത്ത നിമിഷം അത് മാറ്റി പറയേണ്ടി വരും. ബുദ്ധി അവിടെ അനുവദിച്ചെടുത്തിട്ട് ബുദ്ധി പറയും അതെല്ലാം ഇതിനും അപ്പുറമുണ്ട്, ഇതിനും അപ്പുറമുണ്ട്. ഇതിനൊരേ ഒരു പരിഹാരമേ ഉള്ളൂ. എന്താണ്? അന്തർമുഖത. അന്തർമുഖമായാലോ ബുദ്ധിയുടെ അനവസ്ഥ ദോഷം അവിടെ അവസാനിക്കും. പിന്നെ ബുദ്ധിക്ക് പോകാൻ ഇടമില്ല. സ്വസ്വരൂപത്തെ, പ്രത്യേക സ്വരൂപത്തെ മറികടക്കാൻ ബുദ്ധിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? ഏതോ വാച്ചോ നിവർത്തന്തി, അവിടെ നിന്നത് പിൻവാങ്ങും. ബുദ്ധി പിൻവാങ്ങുന്ന ഇടമാണ്. അതങ്ങനെയല്ല, ബാഹ്യമായിട്ട് അങ്ങനെയല്ല, അത് പിൻവാങ്ങേണ്ട ആവശ്യമില്ല. അത് അനവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അന്വേഷണം ഒരിക്കലും അവസാനിക്കാതെ വരും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പിൻവാങ്ങേണ്ടി വരും. പരമാർത്ഥത്തിലെത്തിയ ബുദ്ധി പിൻവാങ്ങും. അത് അന്തർമുഖമായി സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, സൃഷ്ടിയെക്കുറിച്ചുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അതൊരിക്കലും ബുദ്ധിയെ ബഹിർമുഖമാക്കാനോ ബഹിർമുഖമായി സൃഷ്ടിയുടെ രഹസ്യത്തെ കണ്ടുപിടിക്കാനോ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഭൗതികവും ആധ്യാത്മികവും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികവും ആധ്യാത്മികവും ആത്യന്തികമായി ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരുമെന്ന് പറയും. എങ്ങനെയാണത്? അതായത് ബഹിർമുഖമായ ഈ അന്വേഷണം ഇത് അനവസ്ഥയിൽ നിന്ന് അനവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ബുദ്ധികളിൽ ആ വിവേകം ഉണ്ടാവും. ഇത് ശരിയാകത്തില്ല, എല്ലായിടത്തും ഉണ്ടാവും. ഇത് ശരിയല്ല. അപ്പൊ ബഹിർമുഖമായി അന്വേഷിക്കുന്നവനും ഒരു കാലത്ത് അന്തർമുഖമാവും. അന്തർമുഖമായി അവൻ ആ സത്യത്തിലെത്തിച്ചേരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭൗതികവും ആധ്യാത്മികവും ഒന്നാവും. അങ്ങനെ അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടായി തന്നെ പോയിക്കൊണ്ടിരിക്കും. രണ്ട് സമാന്തരമായ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ രണ്ട് ദിശകളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഏതൊരു ബുദ്ധിക്കാണോ അന്തർമുഖത വരുന്നത് അത് ബഹിർമുഖമായ അന്വേഷണം അവസാനിപ്പിക്കുന്നു. ആ ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് ഭേദദർശന അപവാദം. അവിടെ ഭേദബുദ്ധിയെ നിഷേധിക്കുന്നു. സൃഷ്ട്യാദിവാക്യാനാം ആത്മേകത്വ ദർശനാർത്ഥം വരുന്നു. അവിടെ ആത്മേകത്വത്തെ ബോധിപ്പിക്കുന്നു. അവിടെ ബുദ്ധി സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. അതാണ് ആത്മേകത്വ ദർശനം. അതിനുവേണ്ടിയാകുന്നു. ഇപ്പൊ സൃഷ്ടിവാക്യങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അതാണ് സൃഷ്ടിയുടെ രഹസ്യം. അല്ലാതെ ബാഹ്യമായി കണ്ടെത്തുന്നതൊരിക്കലും സൃഷ്ടിയുടെ ആത്യന്തികമായ രഹസ്യമല്ല. അതൊരു താത്കാലിക രഹസ്യം. അത് മാറിപ്പോകാൻ കാത്തിരിക്കുന്ന രഹസ്യമാണ്. രഹസ്യം ഒന്നേ ഉള്ളൂ, സ്വസ്വരൂപം. രഹസ്യ ഏകാന്തേ സ്ഥിതം, ഏകാന്തത്തിൽ സ്ഥിതി ചെയ്യുന്നതൊന്നു മാത്രമാണ്. ബാക്കിയെല്ലാം ബാഹ്യമായി സ്ഥിതി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വിഷയമാണ് ചർച്ച ചെയ്തു വരുന്നത്? എന്താണ് ഈ സൃഷ്ടി, എന്താണ് ഈ അനുപ്രവേശം, എന്താണ് അതിന്റെ പ്രയോജനം, എന്താണ് ആ നിർഗുണം, എന്താണ് സഗുണം, അതിനോട് സംഹരിക്കുന്നു. തസ്മാത് കാര്യസ്ഥസ്യ ഉപലഭ്യത്വമേവ പ്രവേശ. അതുകൊണ്ടെന്താണ്
കാര്യസ്ഥസ്യ ഉപലഭ്യത്വം. ഈ പ്രവേശം എന്ന് പറയുന്നത് എന്താണ്? കാര്യസ്ഥനായിരിക്കുന്നു താൻ. കാര്യസ്ഥനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജാഗ്രത സ്വപ്നങ്ങളിലിരിക്കുക, അത് തന്നെ കാര്യസ്ഥനായിരിക്കുക. ഇവിടെ ഇരുന്നാൽ എന്താ പണി? ഉപലഭ്യത്വം. ഇവിടെ ഇരുന്നുകൊണ്ട് അറിയുന്നു, സർവത്തെ അറിയുന്നു. ജാഗ്രത സ്വപ്നങ്ങളിലൂടെ തന്നെ അറിയുന്നു, തന്റെ ചുറ്റുപാടുകളെ അറിയുന്നു, വിശാലമായ പ്രപഞ്ചത്തെ അറിയുന്നു. ഇങ്ങനെ ഇരുന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് പ്രവേശം എന്ന് പറയുന്നത്. ചിലടത്ത് പറയും ഇത് ബന്ധനമാണ് എന്ന് പറയും, ചിലടത്ത് പറയും ഇത് സംസാരമാണ് എന്ന് പറയും, ചിലടത്ത് ഇതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയും. ഇങ്ങനെ പലതരത്തിൽ പറയും. പ്രവേശത്തെ ഇങ്ങനെ എടുക്കണം. അപ്പോൾ ആ നിശ്ചലമായ അവസ്ഥയിൽ നിന്ന് ഈ ചഞ്ചലമായ അവസ്ഥയിലേക്ക് വന്നു. ഇതാണ് അനുപ്രവേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതെങ്ങനെ വരുന്നു? അതാണ് അടുത്ത് പറയുന്നത്. ഇത് വളരെ നീണ്ട വ്യാഖ്യാനമാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇത്തരം വിശദമായി ഇതിനെ വ്യാഖ്യാനിച്ചത്. തദ്ഭേദം തർഹി അവ്യാകൃതമാസീത് നാമരൂപാഭ്യാമേവ വ്യാക്രിയതാസോ നാമ അയം ഇദം രൂപീതി തദിദമുപ്യതർഹി നാമരൂപാഭ്യാമേവ വ്യാക്രിയതേ അസൗ നാമ അയം ഇദം രൂപീതി സ ഏഷ ഇഹ പ്രവിഷ്ടഃ. അതാണ് സ ഏഷ ഇഹ പ്രവിഷ്ട. ഈ ഭാഗമാണ് കൂടുതൽ വ്യാഖ്യാനിച്ചത്. അവനിവിടെ പ്രവേശിച്ചിരിക്കുന്നു. ആ പ്രവേശം എന്ന് പറയുന്നത് ഇത് തന്നെ, ഈ അനുഭവം തന്നെ എന്നാണ് അതിനെ ഉപസംഹരിച്ചത്. എങ്ങനെയാ പ്രവേശം? അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആ നഖാഗ്രേഭ്യോ യഥാക്ഷുരധാനെ അവഹിതഃ സ്യാദ് വിശ്വംഭരോ വാ വിശ്വംഭരകുലായേ തം ന പശ്യന്തി. അതെടുത്ത് പറയുന്നു. ആ നഖാഗ്രേഭ്യ, നഖാഗ്രമര്യാദ ആത്മനശ്ചൈതന്യം ഉപലഭ്യതേ. ഇവിടെ പ്രവേശിച്ചു അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നഖാഗ്രമര്യാദ എന്ന് വെച്ചാൽ ഈ ശരീരം മുഴുവൻ എന്താണ്? ശിരസ് മുതൽ പാദം വരെ, ആ പാദമസ്തകം എന്നെല്ലാം പറയാറുണ്ടല്ലോ. അതുപോലെ ആത്മനചൈതന്യം, സ്വരൂപപ്രകാശം, ബോധം, ഇതാണ് ആത്മചൈതന്യം എന്ന് പറയുന്നത്. അതനുഭവപ്പെടുന്നുണ്ട്. ഈ ശരീരത്തിൽ തന്നെ അനുഭവപ്പെടുന്നു, മനസ്സിലൂടെ അനുഭവപ്പെടുന്നു. ആ ബോധമാണ് ഇതിനെല്ലാം അറിയുന്നത്. ആ ബോധമാണ് ഈ ശരീരസംബന്ധിയായിട്ടുള്ള എല്ലാ വികാരങ്ങളെയും അനുഭവിക്കുന്നത്. ആ ബോധമാണ് മനസ്സംബന്ധിയായിട്ടുള്ള വികാരങ്ങളെ അനുഭവിക്കുന്നത്. സുഖം ദുഃഖം ഈ രൂപത്തിൽ അതിനെ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി മാനസിക ധർമ്മങ്ങളെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ബോധമാണ്. ഈ പ്രവേശം എന്ന് പറയുന്നത് അതാണ് എന്ന് വിശദീകരിക്കുകയാണ്. തത്ര കഥമിവ പ്രവിഷ്ട, ഇതെങ്ങനെ പ്രവേശിച്ചിരിക്കുന്നു? ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു. യഥാലോകേ ക്ഷുരധാനേ ക്ഷുരോധീയതേ അസ്മിന്നിത് ക്ഷുരധാനം തസ്മിന്നാപിതഃ അപസ്കരാധാനേ ക്ഷുരോ അന്തസ്തുപലഭ്യതേ. കത്തി, ക്ഷൗരക്കത്തി, ക്ഷൗരം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കത്തി. ക്ഷുരധാന്യം, അത് വയ്ക്കുന്ന ആ കൂട് പഴയകാലത്ത് ഒരു പ്രത്യേക ഒരു കവറിനകത്ത് അത് വയ്ക്കും. ധീയത അസ്മിൻ ഇത് ക്ഷുരധാനം എന്ന് വയ്ക്കുന്ന തസ്മിൻ നാപിതഃ, ക്ഷൗരം ചെയ്യുന്നവൻ. അപസ്കരാധാനി, അത് ഇരിക്കുന്ന ഇടം, അതിനാണ് അപസ്കരം എന്ന് പറയും. വയ്ക്കുന്ന ഭാഗം ഒരു കൂട്ടിനകത്ത് അതിട്ട് വയ്ക്കുമല്ലോ. ക്ഷുരോ അന്തസ്ഥഃ ഉപലഭ്യതേ, അവൻ അതെടുത്ത് ഉപയോഗിക്കുന്നു, പിന്നീട് അതിനെ തിരിച്ചതിനകത്തേക്ക് വയ്ക്കുന്നു. അവഹിത പ്രവേശിത സദ്യഥ, അപ്പോൾ എങ്ങനെയാണോ അത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു, പിന്നെ അത് പുറത്തേക്ക് വരുന്നു.
അത് ആ ഒരു ഉദാഹരണത്തെ എടുത്ത് പറയുന്നത്, ഒന്ന് അത് ഒരു കൂടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു, പിന്നെ അത് പ്രകടമാകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. അതുപോലെ ഈ ചൈതന്യം ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നു, അവിടെ നിന്നത് പ്രകടമാകുന്നു, വ്യാപിച്ചിരിക്കുന്നു. എന്തിനാ അത് പുറത്തെടുക്കുന്നത്? അതുകൊണ്ടുള്ള ജോലി ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ഈ ചൈതന്യം ഇങ്ങനെ പുറത്തു വരുന്നതിന് ഇതിനെയൊക്കെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. ക്ഷുര, അതിന്റെ സ്വഭാവം എന്താണ്? ഛേദിക്കുക. ബോധത്തിന്റെ സ്വഭാവം എന്താണ്? ഗ്രഹിക്കുക. അത്തരം ചില സമാനതകൾ ഉള്ളതുകൊണ്ട് അതിനെ എടുത്തു പറയുന്നു. ഇനി സർവ്വസാധാരണമായൊരു ഉപായം എന്നുള്ളതിനൊക്കെ അതിനെടുത്തു പറഞ്ഞു. ഇനി അതിലും വ്യക്തമായൊരു ഉദാഹരണം സദാ പറയുന്ന ഒന്നാണ്. യഥാവാ വിശ്വംഭരോ അഗ്നി വിശ്വസ്യ ഭരണാത് വിശ്വംഭര. വിശ്വത്തെ ഭരിക്കുന്നവൻ, ഈ വിശ്വത്തെ എല്ലാം സ്വാധീനമാക്കി വെച്ചിരിക്കുന്നവൻ. ജഗത്തെല്ലാം അഗ്നിക്ക് അധീനമാണ്. അഗ്നി, തേജസ്, ഊർജം എന്നെല്ലാം നമ്മൾ പറയുന്നു. അതിനധീനമല്ലേ ജഗത്തല്ല. ആദിത്യൻ അഗ്നി സ്വരൂപനാണ്. ആദിത്യൻ അധീനമല്ലേ ഇതല്ല. അങ്ങനെ അത് ഭൗതികമായി ചിന്തിച്ചാൽ ജഗത്തിനെ ഭരിക്കുന്നവനാണ് അഗ്നി. ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, അവൻ തന്നെയാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത്, എല്ലാത്തിനെയും അവസാനം സംഹരിക്കുന്നത് അവൻ തന്നെ. അതാണ് അതിനെ വിശ്വംഭരൻ എന്ന് പറഞ്ഞു. പരമാത്മാവിന്റെ പര്യായമാണ് വിശ്വംഭരൻ. വിശ്വത്തെ ഭരിക്കുന്നവൻ പരമാത്മാ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നവൻ. അതല്ലേ അഗ്നിയും ചെയ്യുന്നത്. ആ വിശ്വംഭരൻ വിശ്വംഭരകുലായേ നീടേ അഗ്നി കഷ്ടാദോ അവഹിതസ്യ. എങ്ങനെയാണോ അഗ്നി അതിന്റെ ഇന്ധനത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്, വിറകിലും മറ്റും കഷ്ടാദികളും. അതാണ് കുലായം എന്ന് പറഞ്ഞാൽ നീടം, കൂട് എന്ന് പറയും. പക്ഷിയുടെ കുലായം, പക്ഷിയുടെ മറ്റു കൂട്. അതുപോലെ അതിരിക്കുന്ന സ്ഥലം. അതുപോലെ അഗ്നി എവിടെ ഇരിക്കുന്നു? അത് സർവവ്യാപിയായിരിക്കുന്നു. ഉദാഹരണമായിട്ടെടുക്കാം വിറകും മറ്റും. അപ്പോൾ ഈ ജഗത്തിനെ ഭരിക്കുന്നവനാണ്, നിലനിർത്തുന്നവനാണ് അഗ്നിയെങ്കിലും അവനെന്ത് ചെയ്യുന്നു? ഈ ജഗത്തിലെ ഓരോ അംശത്തിലും അവൻ ഒളിഞ്ഞിരിപ്പുണ്ട്. കഷ്ടാദോ അവഹിത, കഷ്ടാദികളെന്ന് ഒളിഞ്ഞിരിക്കും. ഏത് സമയം അവിടെ നിന്ന് അവൻ പ്രകടമാകും. പ്രകടമായി കഴിഞ്ഞാൽ അവൻ ഈ മൂന്ന് പണിയും ചെയ്യും. സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നും ചെയ്യും. അത് അഗ്നിയുടെ സ്വഭാവമാണ്. പറയുന്നു തത്ര ഹി സ മധ്യമാനുപലഭ്യതേ. മന്ഥനം ചെയ്യുമ്പോൾ, ഉരസുകയും മറ്റും ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള പഴയകാലത്ത് അഗ്നി എടുക്കുന്നത് യാഗത്തിനും മറ്റും അവിടെ പ്രകടമാകുന്നു. അവിടെ ഉള്ളത് തന്നെ പ്രകടമാകുന്നു. തഥാച ക്ഷുര ക്ഷുരധാനേക ദേശീയ അവസ്ഥിത യഥാച അഗ്നി കഷ്ടാതു സർവതോ വ്യാപ്യ അവസ്ഥിത. ഇവ സാമാന്യതോ വിശേഷ. രണ്ട് തരത്തിലുള്ള ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ്. കത്തി അതിന്റെ കൂടുതലിരിക്കുന്നത് അതൊരു എന്താണ്, ഒരു ഭാഗത്തിരിക്കുന്നു, ഒതുങ്ങിയിരിക്കുന്നു. അത് അതിന്റെ ഉള്ളിലൊരു ദേശത്തെ ഇരിക്കാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞ അപസ്കാരം, ഒരു വിശേഷ ഭാഗത്തിരിക്കും. അഗ്നി അങ്ങനെയല്ല. അഗ്നി അകത്തും പുറത്തു വരും. അതിന്റെ അകത്തിരിക്കേണ്ട ആവശ്യമില്ല, പുറത്തുമുണ്ട്. അത് സർവ്വവ്യാപിയായിരിക്കും. അതിന്റെ ഓരോ കണത്തിനും അത് വ്യാപിച്ചിരിക്കുന്നു. സാമാന്യ വിശേഷഭാവത്തിൽ അതിവിടെ പലതരത്തിൽ പറയാം. അവർ ഈ ചൈതന്യ സാമാന്യ വിശേഷഭാവത്തിലിരിക്കുന്നു. സാമാന്യഭാവത്തിലിരിക്കുന്നു. സുഷുപ്തിയിൽ ഏകനായി, നിശ്ചലനായി, അടുത്ത പ്രകാശമായി, അല്ലെങ്കിൽ ഒരു തരത്തിലും വർണ്ണിക്കാൻ കഴിയാത്തവനായി, സ്വപ്രകാശനായി, അങ്ങനെ അവിടെ ഇരിക്കുന്നു. അതിന്റെ സാമാന്യഭാവം. അവിടെ ഈ വിശേഷഭാവങ്ങളൊന്നുമില്ല. ഞാൻ അജ്ഞനാണ്, ഞാൻ ബന്ധനസ്ഥനാണ്, എനിക്ക് മോക്ഷം നേടുന്നത്. ഇതാണ്
വിശേഷഭാവങ്ങൾ, ഇതൊന്നുമില്ല. അപ്പോൾ സുഷുപ്തിയിൽ ആ ചൈതന്യം സാമാന്യഭാവത്തിലിരിക്കുന്നു. ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു തരത്തിലും വർണ്ണിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരു തരത്തിലും ബുദ്ധിക്ക് വിഷയമാക്കാൻ കഴിയാത്ത രീതിയിൽ ഇരിക്കുന്നതാണ് അതിന്റെ സാമാന്യഭാവം. ജാഗ്രത സ്വപ്നങ്ങളിൽ വന്നാലോ അത് വിശേഷഭാവത്തിൽ വരുന്നു. ഇവിടെ ഞാനായി, ദ്രഷ്ടാവായി, ശ്രോതാവായി, മന്ദാവായി, വിജ്ഞാതാവായി, പല ഭാവത്തിലും വരും. ഇവിടെ ബന്ധനസ്ഥനായി, പിന്നെ മുക്തനായി, ഇതൊക്കെ വിശേഷഭാവം. ഇത് ജാഗ്രത. ആ രണ്ട് പ്രത്യേകതകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ രണ്ട് ഉദാഹരണങ്ങളെ കൊടുത്തത്. സാമാന്യ വിശേഷഭാവത്തിലിരിക്കുന്നു അഗ്നി, അതിന്റെ സാമാന്യഭാവത്തിൽ സർവത്ര ഇരിക്കും. സൂര്യനും ചന്ദ്രനും ഭൂമിയിലും എല്ലാം ഉണ്ട്. വിശേഷഭാവത്തിൽ സൂര്യനായും അഗ്നിയായും ജഠരാഗ്നിയായും എല്ലാ ഭാവത്തിലും ഇരിക്കും. അങ്ങനെ പറയാം. ഇനി സാമാന്യ വിശേഷഭാവത്തെ വേറെ തരത്തിലൂടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. സാമാന്യ സ്ഫൂർത്തി ആത്മന ദേഹം സഭ്യം. ഇന്ന് സാമാന്യഭാവത്തിൽ ആ ചൈതന്യം ഈ ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ചൈതന്യം എന്ന് പറയുമ്പോൾ പ്രാണൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ചൈതന്യം പലപ്പോഴും തെറ്റിദ്ധരിക്കും പ്രാണനാണ്. പ്രാണശക്തി എന്നുള്ള തരത്തിലുള്ള ബോധശക്തിയായി. ഈ ശരീരത്തിൽ അത് ഉദാഹരണം പറഞ്ഞ സ്പർശനം എന്ന് പറയുന്ന ബോധം, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അത് സ്പർശന ബോധരൂപത്തിലിരിക്കുന്നു. ദർശനം, അതിനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട് എല്ലാ ഭാഗങ്ങളെയും. ഇങ്ങനെ സർവ്വരൂപത്തിൽ, ആ സാമാന്യ രൂപത്തിൽ ശരീരത്തിൽ ഇരിക്കുന്നു, ബോധരൂപത്തിൽ ഇരിക്കുന്നു. ഈ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം ഈ ശരീരത്തിൽ നമുക്ക് ബോധമുണ്ടല്ലോ. ശരീരത്തിന്റെ ഏത് ഭാഗത്തിൽ നിന്നുള്ള സംവേദനം അത് സദാ തന്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഫുരണ രൂപത്തിലത്തിരിക്കുന്നു. ഇനി വിശേഷിച്ച് മുമ്പിലിരിക്കുന്ന ഒന്നിനെ കാണുന്നതെങ്കിൽ അത് കാണുന്നവനായി, ശബ്ദത്തെ കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്നവനായി, അങ്ങനെ സാമാന്യ വിശേഷഭാവത്തിൽ. അങ്ങനെ പലതരത്തിലും പറയാം. അതിനുവേണ്ടി രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തു. സാമാന്യ വിശേഷഭാവത്തിൽ ഇതാണ് ഈ അനുപ്രവേശം. ഈ അനുപ്രവേശത്തിലുള്ള ഈ അനുഭവം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ജാഗ്രതത്തിൽ വന്നുള്ള ഈ സാമാന്യ വിശേഷ അനുഭവങ്ങളാണ്. അത് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നതിന് ശേഷമുള്ള ഏവം സാമാന്യതോ വിശേഷതശ്ച ദേഹം സവ്യാപ്യ അവസ്ഥിതാത്മാ. അങ്ങനെ ഈ ശരീരവ്യാപിയായിരിക്കുന്നതാണ് ആത്മാവ്, പ്രത്യേക ചൈതന്യം. അത് ഇങ്ങനെ സ്ഫുരണ രൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. തത്ര ഹി സപ്രാണനാദിക്രിയാവാൻ ദർശനാദിക്രിയാവാൻ സ്വലഭ്യത. രണ്ടു തരത്തിൽ മുഖ്യമായിട്ട്. ഒന്ന് പ്രാണനാദി വ്യാപാരങ്ങളോടുകൂടി, മറ്റൊന്ന് ദർശനാദി വ്യാപാരങ്ങളോടുകൂടി, കർമ്മേന്ദ്രിയ വ്യാപാരങ്ങളോടുകൂടി, അല്ലെങ്കിൽ ശരീര വ്യാപാരങ്ങളോടുകൂടി. മറ്റൊന്ന് ദർശന വ്യാപാരത്തോടുകൂടി, കാണുക, കേൾക്കുക, ജ്ഞാനേന്ദ്രിയ വ്യാപാരത്തോടുകൂടി. രണ്ടു തരത്തിൽ ഇരിക്കുന്നു. തസ്മതത്രൈവം പ്രവിഷ്ടതമാത്മാനം പ്രാണനാദിക്കരവിഷ്ടം ന പശ്യന്തി ന ഉപലഭ്യതേ. അങ്ങനെ ഇവിടെ പ്രവേശിച്ചിരുന്നിട്ടും അവന്റെ ആ വാസ്തവ സ്വരൂപത്തെ തമാത്മാനം ഇത് ആ സുഷുപ്തനായിരുന്നവനാണ് ഇവിടെ ഈ പ്രവൃത്തികളോടുകൂടിയിരിക്കുന്നത്, പ്രാണവ്യാപാരത്തോടും ദർശനം വ്യാപാരത്തോടും കൂടിയിരിക്കുന്ന എന്ന് തിരിച്ചറിയുന്നില്ല. ന ഉപലഭന്തേ ന പശ്യന്തി, അറിയുന്നില്ല. ആരുടെ കുറ്റം? ആരുടെയും കുറ്റമല്ല, അതറിയുന്നില്ല. അവിടെ കേവലനായിരുന്നവനാണ് ഇവിടെ
ഈ നാനാ വ്യാപാരങ്ങളിലിരിക്കുന്നവനെന്ന് അറിയുന്നില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ തത്വജ്ഞാനം. എന്ന് പശ്യന്തി ന പുലഭന്തേ. നന്നു അപ്രാപ്ത പ്രതിഷേധോയം തം പശ്യന്തി ദർശനസ്യ. ഇവിടെ പറയുന്നു, ഇവിടെ ഇപ്പോ അനുപ്രവേശത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ അനുപ്രവേശം? അത് പറഞ്ഞു. എന്താണ് ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ തന്നെയാണ് ഈ അനുപ്രവേശം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ സാക്ഷാത്കാരത്തെക്കുറിച്ച് എന്താ പറയുന്നത്? എന്താ പശ്യന്തി എന്നും മറ്റും പറയുന്നത് നിഷദോഷ. അത് പറയാം. സൃഷ്ടിയാദി വാക്യാനം ആത്മീകത്വ പ്രതിപത്യർത്ഥപരത്വ പ്രകൃതമേവ തസ്യ ദർശനം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്തു. ഇതെന്തിനു വേണ്ടി ഏകനായിരുന്നവൻ ഈ നാനാരൂപത്തെ എന്തിനു പ്രാപിച്ചു? ശ്രുതി അത് പറയുന്നു, ഏകനായിരുന്നവൻ നാനാരൂപത്തെ പ്രാപിച്ചു. ഒരൊറ്റ സമാധാനം എന്താണ്? തന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി. ആ സാക്ഷാത്കാരം അവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കേണ്ടതായ സാക്ഷാത്കാരം അതിവിടെ തന്നെ സംഭവിക്കണം, വേറൊരിടത്ത് സംഭവിക്കത്തില്ല. സുഷുപ്തിയിൽ സംഭവിക്കത്തില്ല, സമാധി സംഭവിക്കത്തില്ല, മറ്റെന്തെങ്കിലും ഒരവസ്ഥയിൽ തുര്യ അതീതത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. അതിവിടെ തന്നെ സംഭവിക്കും. അതാണ് ശ്രുതി പറയുന്നത്. ശ്രുതി സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അതിനു വേണ്ടിയാണ്. ഈ അനുപ്രവേശത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വർണ്ണിച്ചിട്ട് എന്താ കാര്യം? സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിയുടെ രഹസ്യത്തെ എന്തിനറിയണം? സൃഷ്ടിയുടെ രഹസ്യം തന്നെയാണ് സാക്ഷാത്കാരം. അതിന്റെ ഫലമാണ് പുരുഷാർത്ഥം. അതിനുവേണ്ടി പറയും ശ്രുതി. അതിനുവേണ്ടി പറയും ആ നിർഗുണനായിരുന്നവൻ എന്തിനു ഈ ഭാവത്തെ പ്രാപിച്ചു? എന്തിനു ഈ അനുപ്രവേശം ഉണ്ടായി? സാക്ഷാത്കരിക്കാൻ. എന്താ നിർഗുണത്തിൽ അവിടെ സാക്ഷാത്കാരം സാധ്യമല്ല. ഇവിടെ സാക്ഷാത്കരിച്ചാൽ പുരുഷാർത്ഥം സിദ്ധിക്കും. ഇവിടെ ഈ ജാഗ്രതത്തിൽ പുരുഷാർത്ഥം സിദ്ധിക്കും. അത് ശ്രുതി എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയും. സൃഷ്ടി എന്തിനു വേണ്ടി എന്നല്ല പറയുന്നത്. ശ്രുതി എന്തിനങ്ങനെ പറഞ്ഞു എന്നാണ്. ശ്രുതി എന്തിനു സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു? ഫലത്തിൽ എന്താണ്? എന്തിനു സൃഷ്ടി എന്നാണ്. നിത്യമുക്തനിൽ എന്തിനീ സൃഷ്ടി വന്നു? അതാണ് പറഞ്ഞത്. ഈ സൃഷ്ടി അത് ഇതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? വീണ്ടും ചോദ്യം വരും. ആ ചോദ്യങ്ങൾ അവസാനിക്കുന്ന സ്ഥലം എവിടെയാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതാണ് ഇതിന്റെ സ്വഭാവം. അവിടെയാണ് അത് അവസാനിക്കുന്നത്. അത് കേവലനായിരിക്കുക, അതതിന്റെ സ്വഭാവം. അനുപ്രവേശം എന്ന് പറയുന്ന ഈ അവസ്ഥയിലേക്ക് വരിക, അതതിന്റെ സ്വഭാവം. ഇവിടെ അത് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുക, അതതിന്റെ സ്വഭാവം. അങ്ങനെ അവൻ മുക്തനാകുക, അതും അതിന്റെ സ്വഭാവം. അതിന് പറഞ്ഞു അലാദത്തെ പോലെ അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അതതിന്റെ സ്വഭാവമാണ്. അതിൽ പലതും ഇങ്ങനെ കാണുന്നു. ഇല്ലാത്തതെല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു. ഉള്ളതെന്താണോ അതിനെ മറയ്ക്കുന്നു. അതൊക്കെ ഇതിന്റെ സ്വഭാവമാണ്. അത് തന്നെ മായ എന്ന് പറയുന്നു. ആ സ്വഭാവത്തിന്റെ പേരാണ്. അത് പറയുന്നതിന് പറയുന്നത് ശ്രുതിവാക്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ്. ഈ പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സൃഷ്ടിയാദിവാക്യാനം ആത്മീകത്വ പ്രതിവർത്തത്വം, അല്ലെങ്കിൽ സൃഷ്ടി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വേറൊരു വഴിയില്ല. ആ പരമാർത്ഥത്തെ എങ്ങനെ ബോധിക്കും? ആ ബോധിക്കേണ്ട രീതിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വിശദീകരിക്കുന്ന രീതി ബോധിക്കണം. ആ ബോധം
അതിന്റെ പൂർണ്ണത അത് സംഭവിക്കുന്നു. എന്താണ് ബോധത്തിന്റെ അപൂർണത? ഈ ചോദ്യങ്ങൾ തന്നെ ആ ബോധത്തിന്റെ അപൂർണത, അപൂർണതയുടെ അടയാളമാണ് ഈ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ അവസാനിച്ചത് ബോധിക്കണം. ഒരു ചോദ്യമില്ലാതെ പറഞ്ഞു. നിശ്ചിന്തത വരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി. അതാണ് ശ്രുതി പറയുന്നത്. പ്രകൃതമേവ തസ്യ. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇവിടെ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് വേറെയാണ്, സാക്ഷാത്കാരം വേറെയാണ്, അങ്ങനെയൊന്നുമല്ല. ഇത് തന്നെയാണ് ആ ദർശനം. ഇവിടെ തന്നെയാണ് അതിന്റെ സാക്ഷാത്കാരം. പ്രകൃതമേവ തസ്യ ദർശനം. ഇവിടെ പറയുന്നത് ആ സാക്ഷാത്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി സാക്ഷാത്കരിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുമ്പോൾ സാക്ഷാത്കരിക്കാൻ എവിടെ പോകും? അതിന്റെ ആവശ്യമില്ല. ഇതൊക്കെ രണ്ടാണെന്ന് ധരിക്കുന്നിടത്ത് അവിടെ അടുത്ത ഭാഷകാരൻ പറയും വ്യക്തമായിട്ട്. പക്ഷെ അത് സ്വയം വ്യക്തമാക്കാൻ ചെറിയ പ്രയാസമുണ്ട്. ഇവിടെയും അത് വേറെ ഭാഷയിൽ പറയുന്നതേ ഉള്ളൂ. ഈ പറയുന്നതൊക്കെ തന്നെയാണ് ഇതിന്റെ സാക്ഷാത്കാരം. പക്ഷെ പറയുന്നത് സാക്ഷാത്കാരമാണെന്ന് എനിക്ക് ബോധിക്കുന്നില്ല. എന്നാ ചിന്തിക്കുക, എന്താ ആ ബോധനത്തിന് തടസ്സമായിരിക്കുന്നത്? അത് മാറുമ്പോൾ അത് സാക്ഷാത്കാരമായി മാറും. ആ ശ്രവണം തന്നെ സാക്ഷാത്കാരം ഭാഷകാരടുത്ത് പറയും. അത് വേറൊരു സാക്ഷാത്കാരമില്ല. അത് അങ്ങനെ പറഞ്ഞാൽ മതിയോ? ശ്രവണം സാക്ഷാത്കാരമാണെന്ന് ശ്രുതിയോ ആചാര്യനോ പറഞ്ഞാൽ പോരെ. കേൾക്കുന്ന ശ്രോതാവിന് ബോധ്യപ്പെടണ്ടേ? ബോധ്യപ്പെടാത്തതുകൊണ്ടാണല്ലോ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രുതി. ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? ബോധ്യപ്പെടുന്നില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് സ്വാനുഭവം. എന്താ അതിന് തടസ്സങ്ങൾ? ആ തടസ്സങ്ങൾ മാറ്റുന്നതിനാണ് ബാക്കിയല്ല. ശ്രവണം കഴിഞ്ഞ് ബാക്കി എന്തൊക്കെ വരുന്നോ അതല്ല അതിനു വേണ്ടിയിട്ടാണ്. ഇത് ശ്രവണത്തിലാണ് അത് ബോധ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്നതും അതിനു വേണ്ടി തന്നെയാണ്, അതിന്റെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രകൃതമേവ തസ്യ ദർശനം. ഈ ശാസ്ത്ര ചർച്ചയിൽ സർവത്ര, തത്വചിന്തയിൽ സർവത്ര അവിടെ വിഷയം ഒന്നേ ഉള്ളൂ, സാക്ഷാത്കാരം. രണ്ടാമത് മറ്റൊന്നുമില്ല. മറ്റെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം വന്ന് അവസാനിക്കുന്ന ഈ സാക്ഷാത്കാരത്തിലാണ്. എന്നാൽ സാക്ഷാത്കാരം ഒന്ന് മാത്രം പറഞ്ഞാൽ പോരെ, മതി. പക്ഷെ സാക്ഷാത്കരിക്കുന്നില്ലല്ലോ. അവിടെ ആ സാക്ഷാത്കാരത്തിന് എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് ബാക്കിയുള്ളതല്ല. അതുകൊണ്ട് വിശദമായ നീണ്ട ചർച്ച ഇങ്ങനെ പോകുന്നു എന്നാണ്. അത് ശ്രുതി പ്രമാണമനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. രൂപം പ്രതിരൂപൂ ബഭൂവ തദസ്യ രൂപം പ്രതിചക്ഷണായ. എത്ര വ്യാഖ്യാനിച്ചു കഴിഞ്ഞാലും ശരി, അപൂർണമാകുന്ന ഒരു മന്ത്രമാണ്. ഇത് മന്ത്രവർണ്ണ. ആ മന്ത്രം ഈ കാര്യമാണ് പറയുന്നത്. ഈ സർവവും ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്.